നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനകത്ത് വളരെയധികം ആവശ്യമുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായ ഒരു സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്രമീകരണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആ ക്രമീകരണത്തിന്റെ പേരാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം അല്ലെ. ലൂബ്രിക്കേഷൻ എന്താണ് എഞ്ചിൻ ലൂബ്രിക്കേഷൻ, എന്താണ് ഇതിന്റെ ആവശ്യകത, എന്തൊക്കെയാണ് നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, രണ്ട് മെറ്റൽ പീസുകൾ തമ്മിൽ കൂട്ടി ഉരഞ്ഞു കഴിയുമ്പോൾ എന്ത് മെറ്റൽ വരും അല്ലെ, രണ്ട് മെറ്റൽ പീസുകൾ തമ്മിൽ കൂട്ടി ഉരഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ഈ മൂവ് ചെയ്ത് അല്ലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റൽ പീസുകൾക്കെതിരെ പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫോഴ്സ് പ്രവർത്തനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചലിക്കുന്ന പാർട്സുകൾ ഉണ്ടെങ്കിൽ അത് ചലിപ്പിക്കാതെ കട്ട പിടിച്ചിരിക്കാനും ചൂടാക്കാനും ഓവർ ഹീറ്റ് ആക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചലിക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ബലത്തിന് നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ് അഥവാ ഘർഷണ ബലം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സാണ് ഫ്രിക്ഷൻ. ഈ ചലിക്കുന്ന രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ഈ ഒരു ബലം ഉണ്ടാകുന്ന പ്രോസസ് എന്ന് പറയുന്ന നമ്മുടെ പേരാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. അതായത് നമുക്ക് എന്ത് വസ്തുവാണെങ്കിലും, നമ്മളൊരു ഡെസ്ക് നിലത്തോട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരിക, അപ്പൊ ഇതിന്റെ കാലിൽ ഫ്രിക്ഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എഞ്ചിനകത്തുള്ളത് എല്ലാ ഭാഗങ്ങളും തന്നെ എന്ത് ചെയ്യുന്നതാണ്, ചലിക്കുന്ന ഭാഗങ്ങളാണ്. റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടും റൊട്ടേഷൻ ആയിട്ടും റോട്ടറി മോഷനും എല്ലാം ഉള്ള ഭാഗങ്ങൾ എഞ്ചിനകത്തുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾക്കിടയിൽ എല്ലാം തന്നെ എന്തുണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്തില്ല എങ്കിൽ നമ്മൾ എഞ്ചിനകത്ത് ഉണ്ടാക്കുന്ന പവർ പകുതിയും അല്ലെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഒപ്പം തന്നെ നഷ്ടപ്പെടുന്ന മാത്രമല്ല, എഞ്ചിനകത്തുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മെറ്റൽ പീസുകളുണ്ട്. ഇതെന്ത് ചെയ്യും, ഓവർ ഹീറ്റ് ആകാനും ഇതിന്റെ തേയ്മാനം മെറ്റൽ തമ്മിൽ കൂട്ടി വരുമ്പോൾ തേയ്മാനം പെട്ടെന്ന് സംഭവിക്കാനും എഞ്ചിന്റെ ലൈഫ് കുറയാനും അല്ലെങ്കിൽ എഞ്ചിൻ ഭാഗങ്ങളുടെ ലൈഫ് കുറയുന്നതിനെല്ലാം അത് കാരണമാകും. അപ്പൊ നമുക്ക് ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇല്ലാതെ എഞ്ചിനെ ദീർഘനേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നിസ്സാരം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഓയിൽ കുറവുണ്ടെങ്കിൽ പോലും, നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അവിടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഓവർ ഹീറ്റ് ആകുന്നത് ഘർഷണം മൂലമാണ് അവിടെ ഓവർ ഹീറ്റ് ആകുന്നത്. അപ്പൊ നമ്മൾ ഈ ഘർഷണ ബലം എന്ന് പറയുന്നത് ഈ കൂട്ടി ഉറഞ്ഞ് ഉണ്ടാകുന്ന ബലം നമ്മൾ തരണം ചെയ്തില്ലെങ്കിൽ നമ്മൾ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ആക്ച്വൽ പവറിന്റെ ഒട്ടുമിക്ക ഭാഗം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു. അതായത് നമ്മളിപ്പോ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക, ബോൾഡിന്റെ താഴത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന പിസ്റ്റൺ ഓയിൽ അവിടെ ചെന്ന് ലൂബ്രിക്കേറ്റിംഗ് നടത്തിയില്ല എങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഈ സിലിണ്ടറുമായിട്ട് സിലിണ്ടർ ബോർഡുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഘർഷണം നല്ല രീതിയിൽ അവിടെ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ചൂട് കൂടുന്നു, പിസ്റ്റൺ വികസിക്കുന്ന സിലിണ്ടർ ഭിത്തി എന്ത് ചെയ്യുന്നു, കൂടുതൽ അമർന്നിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ നമുക്ക് മുകളിലോട്ട് താഴെ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ കൂടുതൽ പവർ അവിടെ ഉണ്ടാകും. അപ്പൊ നമുക്ക് അവിടെ ഒത്തിരി പവർ നഷ്ടം സംഭവിക്കും. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം എഞ്ചിനുള്ളിൽ ക്രമീകരിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു, ലൂബ്രിക്കന്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ഫ്രിക്ഷൻ കുറഞ്ഞ്
സ്മൂത്ത് ആയി പ്രവർത്തിപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. നിസ്സാരം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ ജനൽ വാതിലൊക്കെ ഉണ്ടല്ലോ, ഈ ജനലൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വിചാരം എന്ത് ചെയ്യും? ഭയങ്കര തുരുമ്പോ. അപ്പൊ നമുക്ക് തുറക്കാനും അടയ്ക്കാനും എല്ലാം ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ വീടുള്ളവരൊക്കെ പണ്ടൊക്കെ നമുക്ക് അറിയാം കാണിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു ഇത്തിരി വെളിച്ചെണ്ണ എടുക്കുന്നു. വെളിച്ചെണ്ണ എടുക്കുന്നത് എന്ത് ചെയ്യും? ഈ വിചാരിക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കും അല്ലെ? ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ വാല് തുറക്കും അടയ്ക്കുകയും ചെയ്ത് നോക്കുക, നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഊർജ്ജ നഷ്ടം കൂടാതെ നമുക്ക് അതേപറ്റി ആ ജനലം ഈസി ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കാറിന്റെ എല്ലാം ഡോറ് നമുക്കറിയാം, നമ്മൾ കയറി അടയ്ക്കുമ്പോൾ ടൈറ്റേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? സ്വല്പം ഗ്രീസ് തൂത്ത് കൊടുക്കും. ഇതെല്ലാം എന്താണ്? ലൂബ്രിക്കേഷൻ പ്രോസസ്സുകളാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഇതുപോലത്തെ സിസ്റ്റമാണ് ഈ എഞ്ചിനകത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ഓയിൽ ഉപയോഗിച്ചാണ് നമ്മൾ എഞ്ചിനകത്ത് കൂളിംഗ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഇതിന് കൂളിംഗ് സിസ്റ്റം നമ്മൾ വാഹനത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഒബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുണ്ട്, സെക്കൻഡറി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുണ്ട്. പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതെന്ന് വെച്ചാൽ ഒന്ന് റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് മിനിമൈസ് ലോസ് ഓഫ് പവർ. അതായത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ കുറച്ച് പവർ നഷ്ടം എന്ത് ചെയ്യാം? മാക്സിമം കുറയ്ക്കുക. അതാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് വിയർ. മെറ്റൽ പാർട്സുകൾ തമ്മിൽ കൂട്ടി വരയുമ്പോഴുള്ള എന്ത് ചെയ്യാം? ആ തേയ്മാനം കുറയ്ക്കുക. തേയ്മാനം കുറയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്ക് അതിനിടയ്ക്ക് ക്ലിയറൻസ് കുറയ്ക്കാൻ സാധിക്കും. തേയ്മാനം കുറയുന്നതോറും ഭാഗങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ അത് കൂടുതൽ കാലം പ്രവർത്തിക്കുന്നതിന് കാരണമാകും. ഇപ്പൊ എഞ്ചിൻ പാർട്സ് ഒക്കെ നമുക്കറിയാം, പെട്ടെന്ന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചു പണി കോസ്റ്റ്ലിയാണ്, നമുക്ക് ചിലവേറിയതാണ്, പ്രത്യേകിച്ച് എഞ്ചിനകത്തെ പാർട്സുകളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം തേയ്മാനം കുറയ്ക്കണം. അപ്പൊ ഇത് രണ്ടുമാണ് പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റ്. ഇനി സെക്കൻഡറി ആയിട്ടുള്ള ചില ഒബ്ജക്റ്റുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് കൂളിംഗ് എഫക്ട്. അതായത് എഞ്ചിനകത്തെ എല്ലാ ഭാഗങ്ങളും എന്താണ്? ചലിക്കുന്നു, അവിടെ നോർമലി ഹീറ്റ് ഉണ്ടാവും. മെറ്റൽ പാർട്സുകൾ തമ്മിൽ കൂട്ടി വരുമ്പോൾ അവിടെ നോർമലി ഹീറ്റ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ ഹീറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൽ എന്ത് ചെയ്യുന്നത്? കൂളിംഗ് സിസ്റ്റം നോർമലി ക്രമീകരിച്ചിട്ടുണ്ട്. വാട്ടർ ജാക്കറ്റിലേക്ക് കൂടി വെള്ളം വന്ന് എന്ത് ചെയ്യുന്നു? അത് നോർമലി ഇതിനെ കൂൾ ചെയ്യുന്നു. അപ്പോൾ അതല്ലാതെ ഈ എഞ്ചിനകത്തൂടെ കയറി ലൂബ്രിക്കേഷൻ സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്ന ഓയിലും എന്ത് ചെയ്യുന്നു? ഈ ചൂടിനെ ഒരു പരിധിയൊക്കെ ആഗിരണം ചെയ്യുന്നു. നിസ്സാരം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ വാഹനം ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം നിർത്തിയിട്ട് അതിന്റെ എഞ്ചിൻ ഓയിൽ ഡേബിളൊക്കെ അഴിച്ചു വരുന്ന പുറത്തേക്ക് വരുന്ന ഓയിൽ വളരെയധികം ചൂടായ ഓയിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഓയിലും ചൂടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം എഞ്ചിന് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത് ഒരു കുഷനിങ് എഫക്ട്. കുഷനിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പ്രിംഗ് ആക്ഷൻ ആണ് കുഷനിങ് എഫക്ട്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പലകയിൽ ഒരു ആണി വെച്ചിട്ട് ചുറ്റിക്ക് നമ്മൾ ആണി അടിക്കുക. ഡയറക്റ്റ് ആണി എന്ത് ചെയ്തു? കയറി പോകും. അതേസമയം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ സ്വല്പം വെള്ളം കൂടി കിടക്കുക. നമ്മൾ ആദ്യമേ ആ വെള്ളത്തിലേക്ക് ചവിട്ടുവാണെങ്കിൽ അവിടെ ആദ്യമേ സംഭവിക്കുന്ന വെള്ളം പുറത്തേക്ക് തെറിക്കുകയാണ്. അപ്പൊ നമ്മൾ താഴെ കൊടുത്ത ഫോഴ്സ് ആദ്യമേ എഫക്ട് ചെയ്യുന്ന എവിടെയാണ്? ആ വെള്ളത്തിലാണ് അഫക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ തറയിൽ അത് വരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കുഷനിങ് എഫക്ട്. നമ്മൾ പിസ്റ്റന് മുകളിൽ ഇന്ധനം കത്തി ഒരു വലിയ മർദ്ദ വ്യത്യാസം അവിടെ ഉണ്ടാകും, ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകും. അതായത് ഈ ആഞ്ഞ് പിസ്റ്റനെ താഴേക്ക് തരും. അപ്പൊ ഈ പിസ്റ്റൻ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? അത് ആ പിസ്റ്റൻ പിന്നു വഴി കണക്റ്റിലോട് കൈമാറുന്നു. കണക്റ്റിലോട് എന്ത് ചെയ്യുന്നു? ബിഗ് എൻഡ് വഴി ക്രാങ്ക്ഷാഫ്റ്റിലോട് കൊടുക്കും. ഇതെല്ലാം ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ചില കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത് ഈ ഓയിൽ ഇതിനെല്ലാം കയറി കിടക്കുന്നത് ഡയറക്റ്റ് വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കുഷനിങ് എഫക്ട് ലൂബ്രിക്കേഷൻ സിസ്റ്റം നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ക്ലീനിങ് ആക്ഷൻ. ഓയിലൊരു ക്ലീനിങ് ആക്ഷൻ അവിടെ ലൂബ്രിക്കേഷൻ നമുക്കൊരു ക്ലീനിങ് ആക്ഷൻ എഞ്ചിന് പ്രൊവൈഡ്. ക്ലീനിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചലിക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ തരികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. മെറ്റൽ പാർട്സുകൾ ഉറഞ്ഞു കഴിയുമ്പോൾ അവിടെ മെറ്റൽ തരികളെല്ലാം വളരെ സൂക്ഷ്മമായ മെറ്റൽ തരികളെല്ലാം ഈ
എഞ്ചിന്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൽ കൂടി കടന്നു പോകുന്ന ഓയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ഓയിൽ ഈ മെറ്റൽ തരികളെ ഈ ചെറിയ ചെറിയ ദ്രവ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ശേഖരിച്ച് വീണ്ടും എവിടെ എത്തിക്കുന്നു? കറക്കി തിരിച്ച് ഓയിൽ സമ്പിന്റെ അടിഭാഗത്ത് എത്തിക്കുന്നു. ഒരു സമയം എത്തിക്കുമ്പോൾ അവിടെ ഡ്രെയിൻ പ്ലഗ് ഉണ്ട്. ഡ്രെയിൻ പ്ലഗ് എന്ത് ചെയ്യുന്നു? അതിനെ ഡ്രെയിൻ പ്ലഗിന്റെ അവിടെ നമുക്കൊരു കാന്തിക സ്വഭാവമുള്ള മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള ഡ്രെയിൻ പ്ലഗ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മെറ്റൽ തരികളെല്ലാം അത് പിടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ക്ലീനിങ് ആക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒരു സെക്കൻഡറി ഒബ്ജക്റ്റ് ആണ് സീലിംഗ് ആക്ഷൻ. ഒരു സീലിംഗ് ആക്ഷൻ നടക്കുക. അതായത് പിസ്റ്റൺ സിലിണ്ടറിനുള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിസ്റ്റണും സിലിണ്ടർ ഭിത്തിക്കിടയിൽ ഓയിൽ കയറി നിന്നിട്ട് സീലിംഗ് ആക്ഷൻ കൊടുക്കും. അല്ലെങ്കിൽ മുകളിലുള്ള പിസ്റ്റൺ റിങ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇത് താഴേക്ക് ചിലപ്പോൾ ലീക്ക് ആകാൻ സാധ്യതയുണ്ട്. പിസ്റ്റൺ റിങ്സ് ഒക്കെ കാലക്രമേണ ലീക്ക് ആകാൻ സാധ്യത. അവിടെ എന്തിനൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു സീലിംഗ് ആക്ഷൻ ഓയിൽ അവിടെ കയറി നിന്ന് നമുക്ക് നൽകുന്നു. അപ്പൊ ഇത്രയുമാണ് ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇനി പഠിക്കുന്നത് ഈ എഞ്ചിന് നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ഓയിലിന് വേണ്ട ഗുണങ്ങൾ അല്ലെ അതിന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വെറുതെ ഓയിൽ എടുത്ത് നമുക്ക് എഞ്ചിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഓയിലുണ്ട്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുണ്ട്, പാം ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്. ഇതെല്ലാം ഓയിൽ വിഭാഗത്തിൽ പെടുത്താം. പക്ഷെ ഇതൊന്നും നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല? നമ്മുടെ എഞ്ചിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എഞ്ചിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പോകുന്നത്. അത് ഒന്നാമതാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് നമ്മൾ ഓയിലിന്റെ ഗ്രേഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഓയിൽ മേടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓയിൽ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഓയിൽ മേടിക്കുക ടൂ വീലറാണെങ്കിൽ നമ്മൾ കടയിൽ പറയും 24 അല്ലെങ്കിൽ 50, 30 ഇങ്ങനെ ഓയിലിന് ഗ്രേഡുകളുണ്ട്. അപ്പോൾ ഈ വിസ്കോസിറ്റി അനുസരിച്ചാണ് ഓയിലിനെ ഗ്രേഡ് തരത്തിരിക്കുന്നത്. വിസ്കോസിറ്റി റേറ്റിംഗ് എന്നാണ് അതിനാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിലിന്റെ ഒഴുകാനുള്ള പ്രവണതയെ എതിർക്കുന്ന കഴിവ്, റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതായത് ഒഴുകാനുള്ള പ്രവണതയെ എതിർക്കാനുള്ള ഓയിലിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത് വേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി. ഫിസിക്കലായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള, അത് ഏത് കണ്ടീഷൻ നമുക്കറിയാം. എഞ്ചിനകത്ത് ടെമ്പറേച്ചർ വളരെയധികം കുറയും. ഈ സമയത്തെല്ലാം ഓയിൽ എന്തായിരിക്കണം? ഫിസിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. അതിന്റെ ഘടനയിൽ മാറ്റം വരാൻ പാടില്ല. മൂന്നാമത് വേണ്ട ഒരു ഗുണമാണ് കെമിക്കൽ സ്റ്റെബിലിറ്റി. അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ എഞ്ചിനുള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? എപ്പോഴും ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കണം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കൂളിംഗ് വെള്ളം വാട്ടർ ജാക്കറ്റുകളിൽ പോകും. അതെന്ത് ചെയ്യും? ഇതിനെ കൊറോഷൻ, അതായത് തുരുമ്പെടുപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. എഞ്ചിൻ ഭാഗങ്ങൾക്കകത്ത് നമ്മൾ ചലിക്കുന്ന ഭാഗമൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? തുരുമ്പെടുക്കാനോ ഓക്സിഡേഷൻ സംഭവിക്കാനോ ഒന്നും പാടില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം? കെമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഓയിലായിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് കൊറോഷൻ. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യരുത്? തുരുമ്പ് പിടിപ്പിക്കരുത്. ചലിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും തുരുമ്പ് പിടിപ്പിക്കാൻ പാടില്ല. ഇനി അടുത്ത ഒരു പ്രധാന കാര്യമാണ് കോർ പോയിന്റ്. ഓയിലിന്റെ കോർ പോയിന്റ്, അതായത് ഒഴുകാനുള്ള ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ. ഒരു ഓയിലിന്റെ ഒഴുകാൻ വേണ്ട ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിനാണ് നമ്മൾ അതിന്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർ പോയിന്റ് നമ്മൾ നോക്കിയായിരിക്കണം ഓയിൽ ഏതാണ് ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത കാര്യം ഫ്ലാഷ് പോയിന്റ്. അതായത് ഒരു ഓയിൽ ബാഷ്പീകരിക്കാൻ വേണ്ട ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറാണ് എന്ത്? ഫ്ലാഷ് പോയിന്റ്. നമുക്ക് എഞ്ചിനകത്ത് ചൂടുണ്ടാകുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ബാഷ്പീകരിച്ച് പോകാൻ പാടില്ല. ഇപ്പോൾ ആ ഓയിൽ ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓയിൽ അവിടെ നമുക്ക് നഷ്ടം വരും, ഓയിൽ കുറവ് വരും. അപ്പോൾ അതൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഓയിലിന്റെ ബാഷ്പീകരിക്കാൻ വേണ്ട ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറാണ് നമ്മൾ അതിന്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഓയിലിന് വേണ്ട ഗുണങ്ങൾ, എല്ലാ റിക്വയർമെന്റ്സ്. ഇനി അടുത്തത് ചെറുതായിട്ട് എഞ്ചിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ആവശ്യമായി വരുന്നത്. ഇപ്പൊ എഞ്ചിനകത്ത് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമുക്കുണ്ട്. അതിൽ നമുക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമായി വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടത്. ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ബെയറിംഗ്. ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ ബെയറിംഗ് എന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ് പ്രവർത്തിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ബെയറിംഗിന് എന്ത് വേണം?
ലൂബ്രിക്കേഷൻ വേണം. രണ്ടാമത് ബിഗ് എൻഡ് ബെയറിംഗ്, കണക്റ്റഡ് റോഡിന്റെ ബിഗ് എൻഡ് ക്രാങ്ക്ഷാഫ്റ്റുമായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ഭാഗം ബിഗ് എൻഡ് ബെയറിംഗ്. ബിഗ് എൻഡ് കയറി കയറുന്ന ഓയിലിന്റെ ഈ ക്രാങ്ക്ഷാഫ്റ്റ് വഴിയെല്ലാം കറങ്ങി പോകും. പിന്നെ ഗഡ്ജബിൽ ബെയറിംഗ്, അതായത് കണക്റ്റഡ് റോഡിന്റെ സ്മോളിന് നമ്മൾ ഗഡ്ജബിൽ ഉപയോഗിച്ചുകൊണ്ട് പിസ്റ്റണിലാണ് കണക്ട് ചെയ്തത്. അവിടെ എന്ത് വേണം, നമുക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. അടുത്തത് പിസ്റ്റൺ റിംഗ് ആൻഡ് സിലിണ്ടർ പാർട്സ്. പ്രധാനമായും നമുക്ക് ലൂബ്രിക്കേഷൻ വേണ്ട ഒരു ഭാഗമാണ് പിസ്റ്റൺ റിംഗ്സിലും സിലിണ്ടർ വോളിനും ഇടയിൽ എന്ത് ചെയ്യണം, ലൂബ്രിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ വാൽവ് മെക്കാനിസം, ക്യാം ഷാഫ്റ്റ്, പിന്നെ വാൽവ് മെക്കാനിസം, ക്യാം ഷാഫ്റ്റ്, റോക്കറാം, ഇതിനെല്ലാം തന്നെ എന്ത് വേണം, ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആവശ്യമാണ്. അപ്പൊ ഇത്രയുമാണ് ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്താണെന്നും അതിന് വേണ്ട ഒബ്ജക്റ്റ് എന്താണെന്നും റിക്വയർമെന്റ് എന്താണെന്നും അത് എഞ്ചിനിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നു